12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കുറച്ചു ഭക്തരായ തീർത്ഥാടകർ ഏലിയാ പ്രവാചകന്റെ മാതൃക പിന്തുടർന്ന് കർമ്മേൽ മലയിൽ വന്ന് സന്യാസജീവിതം ആരംഭിച്ചു. അവർ അവിടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമത്തിൽ ഒരു ചെറിയ ദേവാലയം നിർമ്മിക്കുകയും കർമ്മേൽ മലയിലെ കന്യകാമറിയത്തിന്റെ സഹോദരന്മാർ എന്നറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. സൈമൺ 1251 ജൂലൈ 16 പരിശുദ്ധ മറിയം സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെടുകയും കർമ്മലീത്താക്കാരുടെ വസ്ത്രത്തിന്റെ ഭാഗമായ ഉത്തരീയം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇത് ഭക്തിയോടെ ധരിക്കുന്നവരെ മാതാവ് പ്രത്യേകമായി സംരക്ഷിക്കുമെന്നും മരണസമയത്ത് അവർക്ക് നല്ല മരണം പ്രസാദിക്കുമെന്നുമുള്ള വാഗ്ദാനം അമ്മ നൽകി. നിത്യരക്ഷയുടെ ഉറപ്പ്. ഇത് ഭക്തിയോടെ ധരിച്ച് മരിക്കുന്നവർ നിത്യനാശം അനുഭവിക്കുകയില്ല. സംരക്ഷണ കവചം. ജീവിതത്തിലെ എല്ലാ അപകടങ്ങളിലും ഇതൊരു കാവലും രക്ഷാ കവചവുമാണ്. മാതൃസഹായം. ധരിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ മാതൃസംരക്ഷണവും മാധ്യസ്ഥവും ലഭിക്കുന്നു. നല്ല മരണം. ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് മരണസമയത്ത് അമ്മയുടെ പ്രത്യേക സഹായം ഉറപ്പു നൽകുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആശ്വാസം. മരിച്ചതിനു ശേഷവും ശുദ്ധീകരണാവസ്ഥയിൽ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥകൾ വേഗത്തിൽ മോചനം ലഭിക്കുന്നു. വിശുദ്ധ ജീവിതം. ക്രിസ്തുവിനോടും അമ്മയോടും കൂടുതൽ അടുക്കാനും വിശുദ്ധി വളരാനും ഇത് സഹായിക്കുന്നു. ഈ വാഗ്ദാനങ്ങൾ അമ്മ ഇന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു.